അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നൈസായിട്ടുള്ളൊരു കളി ചെറുതായിട്ടൊന്ന് പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട് തുർക്കി. പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇറാന് എതിരെ നിലപാടെടുത്തിരിക്കുന്ന കുർദ് സംഘടനകളെ ഉപയോഗിച്ച് അവർക്ക് വേണ്ട ആയുധങ്ങളും സംഗതികളെല്ലാം കൊടുത്തിട്ട് ഇറാൻ്റെ ഉള്ളിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കുക, ഇറാനെ വേറൊരു ഫ്രണ്ടിലും കൂടെ തളച്ചിടുക എന്ന് പറയുന്ന നൈസായിട്ടുള്ളൊരു കളിക്കായിരുന്നു ഇസ്രായേലും അമേരിക്കയും നിന്നത്. ഇത് തിരിച്ചറിഞ്ഞ തുർക്കി ആക്ച്വലി അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിലപാടെടുക്കുകയും അതേപോലെ തന്നെ സമ്മർദ്ദത്തിലൂടെ അമേരിക്കയും ഇസ്രായേലിനെയും ആ ഒരു പരിപാടിയിൽ നിന്ന് നൈസായിട്ട് പുറത്ത് കടക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്, പുറത്താക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഇറാനോടുള്ള കവിഞ്ഞ സ്നേഹം കൊണ്ടൊന്നും അല്ല തുർക്കി ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുർദുകൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ തുർക്കിക്കും കൂടെ പ്രശ്നമാവാൻ സാധ്യതയുള്ള ടീമുകളാണ്. അപ്പോൾ അവരുടെ കയ്യിലേക്ക് ആയുധങ്ങൾ എത്തിക്കുക എന്ന് പറയുന്ന അത്ര നൈസായിട്ടുള്ള പരിപാടിയല്ല. അത് മാത്രമല്ല, ഈ യുദ്ധം തുടങ്ങി ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ വന്ന റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇതേ കുർത്തുകൾക്ക്, ഇതേ മിലീഷ്യ ഗ്രൂപ്പുകൾക്ക് അമേരിക്ക ആയുധങ്ങൾ സപ്ലൈ ചെയ്തു. പക്ഷേ സപ്ലൈ ചെയ്ത ആയുധങ്ങൾ അവന്മാരത് പുഴുത്ത് വെക്കുകയും ഇറാനെതിരായിട്ട് ഉപയോഗിക്കുകയും ചെയ്തില്ല എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കിട്ടിയ ആയുധങ്ങൾ അവന്മാരുടെ കഷ്ടത്തിൽ വെച്ചു. ഇറാനെതിരെ അവന്മാർ അത് ഉപയോഗിച്ചില്ല. പിന്നീട് ഇറാനിയൻ ആർമി അവിടെ പോവുകയും ഇവന്മാരെയൊക്കെ പൂട്ടുകയും ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് വേറൊരു രാജ്യത്തിനകത്ത് പുറത്തുനിന്നുള്ളൊരു മിലീഷ്യ ഗ്രൂപ്പിൻ്റെ സഹായത്തോടു കൂടെ അല്ലെങ്കിൽ വേറൊരു മിലീഷ്യ ഗ്രൂപ്പിനെ അയച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ മാനിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന, അതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന അമേരിക്ക ഭീകരവാദ രാഷ്ട്രമല്ല, ഇസ്രായേൽ ഈ പറയുന്ന ടെററിസ്റ്റ് കൺട്രി അല്ല. അല്ലാതെ ഇവരുടെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, അതായത് ഇസ്രായേൽ ചെയ്യുന്ന കൊള്ളരുതായ്മയ്ക്കും ജനോസൈഡിനും നരഹത്യക്കും എതിരായിട്ട് നിലനിൽക്കുന്ന ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഇറാൻ തീറ്റിപ്പോറ്റുന്നു എന്ന് പറയുന്ന സംഘടനകൾ തീവ്രവാദികളും ഭീകരവാദികളുമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. വേണ്ട ആയുധങ്ങൾ സപ്ലൈ ചെയ്ത് അതിർത്തി കടത്തി ഇറാനകത്തേക്ക് കയറ്റിവിട്ട് അവിടെ ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്ന ഈ ടീമുകളെല്ലാം നല്ലത്. ഈ പണിയെടുക്കുന്ന ഇവര് ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും മനുഷ്യത്വത്തിന്റെ ഉത്തുംഗമായിട്ടുള്ള മാതൃകകൾ. ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെ കാര്യത്തിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാന്നുള്ളതാണ്. ആ കലാപരിപാടി തന്നെയാണ് തുർക്കി പൊളിച്ചു കൊടുത്തത്. അത് മാത്രമല്ല, മൊസാദിന്റെ ഇടയിൽ തുർക്കി റിപ്പോർട്ട് ചെയ്യുന്നതാണ്, മൊസാദിന്റെ ഇടയിൽ ഇപ്പൊ പൊളിച്ചെഴുതി നടത്തിക്കൊണ്ടിരിക്കുക. അതായത് അവരുടെ ഇന്റേണൽ സ്ട്രക്ചർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി തുർക്കിയിൽ എല്ലാ രാജ്യങ്ങളിലുള്ള പോലെ തന്നെ തുർക്കിയിലും മൊസാദിന്റെ ഏജന്റുമാരുണ്ട്. അവർ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് തുർക്കിയിലുള്ള ഫലസ്തീൻ വംശജരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, ആരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഈ പറഞ്ഞ കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആ നെറ്റ്വർക്കിനെ തുർക്കി എന്ത് ചെയ്തിട്ടുണ്ട്, നൈസായിട്ടൊന്ന് പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, അത്രയും രഹസ്യമായിട്ടുണ്ടായിരുന്ന ചാരന്മാരെ തുർക്കി അറസ്റ്റ് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തുർക്കിയിലും ഇറാനിലും ഒക്കെയുള്ള ചാരന്മാരെ അറസ്റ്റ് ചെയ്തു വന്നപ്പോൾ മൊസാദിന്റെ പഴയ പോലത്തെ കളി നടക്കില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് അവരുടെ ഇന്റേണൽ സ്ട്രക്ചർ അവർ ഇപ്പോൾ ഡിസ്മാൻഡിൽ ചെയ്ത് അവരതിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുള്ള ഒരു ടൈപ്പ് ഓഫ് വാർത്തയും കൂടെ പുറത്തു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മൾട്ടിപ്പിൾ എൻഡിൽ പണി കൊടുത്തിരിക്കുകയാണ് തുർക്കി എന്നുള്ളതാണ്. അത് മാത്രമല്ല, മക്ക കരാർ എന്ന് പറഞ്ഞിട്ട് തുർക്കിയും സൗദി അറേബ്യയും അതേപോലെ തന്നെ പാകിസ്ഥാനുള്ള ഒരു കരാറിലേക്കും കൂടെ ഇവരെത്തപ്പെട്ടു. പാകിസ്ഥാൻ ആണെന്നുണ്ടെങ്കിലും സൗദി അറേബ്യ ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഇസ്രായേലിനെതിരെ ശക്തമായിട്ട് നിലപാടെടുക്കുന്നതാണ്. ബെഞ്ചമിൻ നെതന്യാഹുവും ഉർദഖാനും ഒരേ ലെവലിൽ ഒരേ വണ്ടിയിൽ കയറാത്ത ടീമുമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഓൾറെഡി നാറ്റോന്റെ ഭാഗമായിട്ടുള്ള ഈ ടീമുകൾ രണ്ടാമതൊരു സഖ്യം കൂടെ ഉണ്ടാക്കുകയും കൂടെ ചെയ്യുന്നു എന്നുള്ളത്. അത് നാറ്റോ പോലത്തെ സഖ്യമല്ല, അത് കടലാസ് സഖ്യം ആവാനുള്ള സാധ്യത വളരെ അധികം കൂടുതലുമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ജാതി പരിപാടികൾ കാണിക്കുന്ന, വേറെ രാജ്യത്തിനകത്ത് വേറെ ആയുധമുള്ള ഗ്രൂപ്പുകളെ തിരികെ കയറ്റി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടുത്തെ ഭരണത്തെ അട്ടിമറിച്ച് ഇവർക്ക് ഇഷ്ടമുള്ള പാവകളെ അവിടെ കൊണ്ടുവന്ന് വെക്കുന്ന ഇവരാരും തീവ്രവാദികളും അല്ല, ഭീകരവാദികളും അല്ല, അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ആൾക്കാരൊന്നുമല്ല. ഇവര് ഈ ജനാധിപത്യത്തിന്റെ, മനുഷ്യത്വത്തിന്റെ ഉത്തുംഗമായിട്ടുള്ള മാതൃകകൾ എന്നുള്ളതാണ്.
എന്തായാലും ആ പരിപാടിനെ നൈസായിട്ട് തുർക്കി പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്.